ഫിജി, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വിശദീകരണം മാത്രമാണ് പ്രതിപക്ഷം അതിനെ എടുത്തതെന്ന് വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു. ആ ഒരു ചിരി, അതായത് പ്രത്യേകിച്ചും PR ഏജൻസിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളും അതുമായി ബന്ധപ്പെട്ട് അൻവറിനെ കുറിച്ചുള്ള വാക്കുകളും കേട്ട ശേഷം അദ്ദേഹം ചിരിച്ചൊരു ചിരിയുണ്ട്. ആ ചിരി തന്നെ പ്രതിപക്ഷം സഭാതലം പ്രക്ഷുബ്ധമാക്കും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസത്തെ കാര്യങ്ങൾ മാത്രം എടുത്താൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായാലും ഒപ്പം ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ചെറുതല്ലായിരുന്നു. വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയായിരുന്നു ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പലപ്പോഴായി പല പ്രാവശ്യം PV അൻവർ MLA ഉൾപ്പെടെയുള്ളവർ ഉയർത്തിവിട്ടത് അത് വലിയ തരത്തിലെ ചർച്ചയായി സഭയിലേക്ക് എത്തും. ഇന്ന് സഭ തുടങ്ങുമ്പോഴേക്കും പ്രത്യേകിച്ച് കാര്യപരിപാടികളൊന്നും തന്നെയില്ല. കോഴിക്കോടും വയനാടിലും മണ്ണിടിച്ചിലുണ്ടായി. അതിൽ മരണമടഞ്ഞ ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം സഭ താൽക്കാലികമായി 2 ദിവസത്തേക്ക് പിരിയും. അതിനുശേഷം തിങ്കളാഴ്ചയായിരിക്കും സഭാ നടപടികളിലേക്ക് കടക്കുക. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭയും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളുമാണ് സമയബന്ധിതമായി ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത്. 6 ബില്ലുകൾ ഈ കാലയളവിൽ നിയമസഭയിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രവുമല്ല, ഇനി നമുക്ക് ഇതിന്റെ സഭ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സമീപകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട്, അതായത് PV അൻവർ എവിടെ തുടങ്ങി വെച്ചോ അത് അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അന്ന് PV അൻവർ ആദ്യഘട്ടത്തിൽ തുടങ്ങി വെച്ചത് മലപ്പുറത്ത് ആണ് എങ്കിൽ മലപ്പുറത്തെ SP-ക്കെതിരെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വസതിക്ക് സമീപത്തുള്ള മരങ്ങൾ മുറിച്ചു വിറ്റു, അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ച് സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചെന്ന തരത്തിലുള്ള ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചെങ്കിൽ ഇന്ന് അതെല്ലാം കടന്ന് വളരെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തൃശൂർ പൂരം അലമ്പാക്കിയത് മുതൽ, അല്ലെങ്കിൽ പൂരം തന്നെ അലങ്കോലപ്പെടുത്തിയത് മുതൽ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ CPI പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പല സമയങ്ങളിലായി അവരുടെ പത്രമായ ജനേകത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ മുഖക്കുറിപ്പ് എഴുതിയും ഒപ്പം എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതിയും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വലിയ തരത്തിൽ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആണ് കടന്നുപോയിരിക്കുന്നത്. അതിന് ഒരു അല്പം ശമനം ഇന്നലത്തെ വിശദീകരണത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോട് ഉണ്ടായെങ്കിൽ പോലും സഭ അങ്ങനെ നോക്കിയിരിക്കാൻ സാധ്യതയില്ല. സഭ പ്രക്ഷുബ്ധമാവും. വലിയ വലിയ വിഷയങ്ങൾ സഭയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. കാരണം ഇപ്പോഴും CPI മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം MR അജിത് കുമാറിനെതിരെയുള്ള നടപടി എന്നുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ തൃശൂരിലെടുത്ത നടപടികൾ, തൃശൂർ പൂര ദിവസം ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികൾ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ അന്ന് തൃശൂർ പൂര സമയത്ത് ADGP തൃശൂരിലുണ്ടായിട്ട് പോലും കാര്യമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഒരു സംഘടിതമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെയാണ് CPI ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് പരാജയത്തിന് വഴിവെച്ചതെന്ന് പറയുന്നു. കാരണം CPIയുടെ ഒരു വളരെ പ്രസ്റ്റീജായ ഒരു സീറ്റ് തന്നെയായിരുന്നു തൃശൂരിലെ പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത്. അത് പിടിച്ചെടുക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPI ഈ വിഷയം വലിയ തരത്തിൽ അവരുടെ സംസ്ഥാന സമിതിയിലൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും മുഖ്യമന്ത്രിയെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിൽ കണ്ടുകൊണ്ട് അവരുടെ പരാതി ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ നിയമസഭാ നടപടികളിലേക്ക് കടക്കുന്നതെന്നൊരു പ്രത്യേകത. മാത്രമല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാവാണ് ഈ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ RSS ബന്ധത്തെക്കുറിച്ചുള്ള വലിയ തരത്തിലുള്ള ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. അതും സെപ്റ്റംബർ 4-ാം തീയതി 2023 മെയ് മാസത്തിൽ 2 RSS നേതാക്കന്മാരെ, അതായത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമായി ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP കണ്ടിരിക്കുന്നു. അവർ കൂടിക്കാഴ്ച വലിയ തരത്തിലെ വിവാദം ആക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഇത്തരം നിരവധിയായ വിവാദ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് നിയമസഭയിലേക്ക് കടക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നിയമസഭയിലേക്ക് വിശദമായ കാര്യങ്ങൾ എത്തുമ്പോഴേക്കും വെറുതെ നോക്കിയിരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകില്ല. വലിയ തരത്തിലെ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരത്തിൽ ഒരു ചർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുവരെ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുധങ്ങൾ,
ചോദ്യങ്ങൾ, അതായത് പ്രതിരോധിക്കാൻ സർക്കാർ എത്ര കണ്ട് പ്രതിരോധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് സർക്കാരിനെതിരെയും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളെ എത്ര കണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ മുന്നിൽ എത്രമാത്രം വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇതിനിടയിലാണ് നിയമസഭയിൽ മറ്റൊരു വിവാദം കൂടി ഉയർന്നു വന്നത്. അതായത് സമീപകാലത്തുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് തൃശൂർ പൂരം കലക്കൽ അങ്ങനെ തുടങ്ങി മലപ്പുറത്തുണ്ടായ സ്വർണ്ണവേട്ട ഉൾപ്പെടെ ഹവാല ഇടപാടുകൾ ഉൾപ്പെടെ 49 ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നിയമസഭാ സാമാജികന്മാർ എഴുതി നൽകിയത്. അത് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയണം എന്ന തരത്തിലേക്കാണ് ആ ചോദ്യങ്ങൾ എഴുതി നൽകിയെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാതെ അത് അൺസ്റ്റാൾ അല്ലെങ്കിൽ സഭാ തലത്തിലേക്ക് എഴുതി മറുപടി നൽകിയാൽ മതിയാകും അത്തരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി കൂടി ഇപ്പോൾ നിലനിൽക്കുന്നു. അതായത് പ്രതിപക്ഷം എഴുതി നൽകുന്ന മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട ചോദ്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നു എന്ന തരത്തിലൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിൽ ആരോപണം സഭയിൽ ഉന്നയിക്കും. അത്തരത്തിൽ സഭാതലത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കൃത്യമായും പ്രതിപക്ഷം വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും പുറത്ത്. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഫിജി ബിനോയ്, ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ADGPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല കാര്യങ്ങൾ അന്വേഷണവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു, റിപ്പോർട്ട് ലഭിക്കാനിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ആഭ്യന്തര വകുപ്പ് കൈയാടുന്ന മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തിന് മറുപടി നൽകേണ്ട സാഹചര്യം ഉണ്ടാകുമോ? അല്ല, അത് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ നിയമസഭാ സ്പീക്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക്, അതായത് ഒരു ദിവസം 40 ചോദ്യങ്ങൾക്കാണ് മറുപടി പറയാനുള്ള സമയം, അതായത് 1 മണിക്കൂറിൽ അനുവദിച്ചിട്ടുള്ളത്. ആ 40 ചോദ്യങ്ങളിൽ പരമാവധി മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും എന്നൊരു ഉറപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിയമസഭാ സ്പീക്കർ നൽകിയിട്ടുണ്ടെങ്കിലും അത് എത്ര കണ്ട് മറുപടി പറയും എന്നുള്ള കാര്യം പിന്നീട് നോക്കിക്കാണാം. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ 9 ദിവസവും നിയമസഭയ്ക്ക് മുന്നിലേക്ക് അടിയന്തര പ്രമേയങ്ങളായ വിവിധ രീതിയിലുള്ള അടിയന്തര പ്രമേയങ്ങൾ നിയമസഭാ തലത്തിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും വലിയ തരത്തിൽ ഇപ്പോൾ വിവാദമായി ഉയർന്നു പൊങ്ങി നിൽക്കുന്നത് PR ഏജൻസിയും ഒപ്പം മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു ഒരു തരത്തിലുള്ള വിവാദങ്ങളുമാണ്. അതായത് ഹവാല പണവും ഒപ്പം സ്വർണം പൊട്ടിക്കലും ഒക്കെ തന്നെ ഒരു പ്രത്യേക റീജിയൻ, അതായത് മലബാർ മേഖല മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തുന്ന ദേശവിരുദ്ധ പ്രശ്നങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ദേശവിരുദ്ധ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഒരു പദപ്രയോഗം നടത്തിയ തരത്തിലാണ് ഏറ്റവും വലിയ ആരോപണമായി മാറി നിൽക്കുന്നത്. ആ ആരോപണം കൃത്യമായും സഭയിൽ വലിയ തരത്തിൽ ചർച്ചയാവും. കാരണം അത് വലിയ തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുപിടിച്ചു. അതിന് മറുപടി നൽകാൻ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ തയ്യാറെടുത്തെങ്കിൽ പോലും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇതുവരെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ഘടകകക്ഷികളോ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും ലീഗ് അത് വലിയ തരത്തിൽ ഒരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. കാരണം ഒരു ജില്ലയെ തന്നെ ഇത്തരത്തിൽ ഒരു ഭീകരവിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ പരിപാടികൾക്കായി പണം ഒരു ജില്ലയുടെ പേരിൽ ഉപയോഗിക്കുന്നു എന്ന തരത്തിലേക്ക് വരുമ്പോൾ അതിനെ വളരെയധികം വലിയ വേഗത്തിൽ തന്നെ ലീഗ് അത് പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ സഭാതലത്തിൽ ആ വിഷയം ചർച്ചയാവും. ഇതുമായി ബന്ധപ്പെട്ട് PR ഏജൻസികളാണ് ഇത്തരത്തിൽ ഒരു ഇടപാട് നടത്തിയതെന്ന് പറയുമ്പോഴും ഈ PR ഏജൻസി ആരാണ് കൊണ്ടുവന്ന് അതിന്റെ ബന്ധം എന്താണ്, അതിന്റെ ഏർപ്പാടുകൾ എന്താണെന്നുള്ള കാര്യം സഭയിൽ ചർച്ചയാവും. PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സഭയിലുണ്ടാവും. കാരണം ഇന്നലെ മുഖ്യമന്ത്രി PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിന്ദുവിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു, അവർ ചെയ്ത അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ അത് അവർ ഏറ്റുപറയാനും അതിന് മറുപടി നൽകാനും ഒക്കെ അവർ തയ്യാറാകുന്നു. അതേസമയം മറ്റൊരു കാര്യം അവർ പറയുന്നത് ആർക്ക് ഈ PR ഏജൻസിക്ക് ഫണ്ട് തങ്ങൾ മുടക്കാറില്ല, ഇത്തരം PR ഏജൻസിയുടെ ഇടപാടില്ല എങ്കിൽ പോലും അതീവ സുരക്ഷ, അതായത് 3 ലെയർ 3 ഘട്ട സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക് ദില്ലിയിലായാലും കേരളത്തിലായാലും ഏർപ്പെടുത്തുക. അത്തരത്തിൽ 3 ഘട്ടത്തിലുള്ള സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരാൾ കടന്നെത്തുന്നു. അയാൾ
മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയ ലേഖികയ്ക്ക് ചില പ്രത്യേക കാര്യങ്ങൾ എഴുതി നൽകുന്നു. അങ്ങനെ അത്തരത്തിൽ എഴുതി നൽകാൻ ആര് അവകാശം നൽകി, അല്ലെങ്കിൽ എങ്ങനെ കടന്നുകൂടി, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഈ PR ഏജൻസി ആയാലും വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഇപ്പോൾ നമുക്ക് അവസാനമായി അറിയാൻ കഴിയുന്നൊരു കാര്യം, ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധ ശൗര്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ള സാധ്യതയുണ്ട്. സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികളിലേക്ക് പോകില്ല. തൽക്കാലം ഒരു പക്ഷേ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും താൽക്കാലിക ചുമതല നൽകുന്നതിനെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ നീക്കം. എന്തായാലും നിലവിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ശമിപ്പിക്കുന്നതിനുള്ള നീക്കം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. മറ്റൊരു കാര്യം, വിവാദങ്ങൾ ഉയർത്തിവിട്ട PV അൻവർ MLA ഇന്ന് സഭയിലെത്തുന്നത് കൗതുകമാകും. അദ്ദേഹം എവിടെയിരിക്കും? അതിന് ഇന്നലെ തന്നെ നിയമസഭയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറിയാണ് TP രാമകൃഷ്ണൻ MLA. അദ്ദേഹം കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം ഭരണപക്ഷത്തിന്റെ LDFിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭരണപക്ഷ അംഗങ്ങളുടെ ഇരിപ്പിടം കഴിഞ്ഞതിന് ശേഷം സ്വതന്ത്ര MLAക്കുള്ള ഇരിപ്പിടത്തിലേക്ക് PV അൻവർ MLA മാറ്റണം എന്നൊരു കത്ത് നൽകിയിരുന്നു. ആ കത്ത് കൃത്യമായും അംഗീകരിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായ ബന്ധങ്ങളില്ല. പിന്നെ അത്തരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും ഭരണകക്ഷി ഒഴിവാക്കിയ സാഹചര്യത്തിൽ PV അൻവർ സ്വതന്ത്രനായിരിക്കും. പക്ഷേ സ്വതന്ത്രനായിരിക്കുമ്പോഴും PV അൻവർ അടങ്ങിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെതായ പ്രതിഷേധം കൃത്യമായി നിയമസഭയിൽ ഉയർത്തും. കാരണം ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടി രൂപം നൽകാൻ പോകുന്ന സാഹചര്യത്തിൽ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി സഭയിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അതായത് ഒരു വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു പക്ഷേ MR അജിത് കുമാറിനെ ക്രമസമാധാന പാലത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അൻവറിന്റെ ഈ പരാതികൾ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. എന്നാൽ ആ പരാതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഓരോ നിമിഷങ്ങളിലും ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ മുളയിലെ പരിഹരിക്കാതെ അത് നീട്ടി കൊണ്ടുപോയതാണ് ഒരു പക്ഷേ ഭരണപക്ഷത്തിനുണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ വലിയ പരാജയങ്ങൾ ഭരണപക്ഷത്തിനുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ അൻവറിനെ അന്ന് ഒന്ന് സാന്ത്വനിപ്പിച്ച് കൂടെ നിർത്താമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഈ ഒരു മാസത്തിനിടയിൽ സംസ്ഥാനത്തുണ്ടാവില്ലായിരുന്നു. ആ പ്രതിസന്ധിയിലേക്ക് വലിച്ചു നീട്ടിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ ചില ഉപദേഷ്ടാക്കളുടെ ഇടപെടലാണ് എന്നും പൊതുവെ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ഇന്ന് സഭ കാര്യമായ പ്രതിസന്ധികളില്ലാതെ കടന്നുപോകും, അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നുപോകും. അതിനുശേഷം ഉണ്ടാകുന്ന തിങ്കളാഴ്ചയായിരിക്കും സഭയിൽ രാഷ്ട്രീയപരമായും മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. തീർച്ചയായും ബിനോയ്, നമുക്ക് അൻവറിനെ കുറിച്ച് അല്പം കൂടി സംസാരിച്ചാൽ, അതായത് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധത്തെക്കാൾ വലുതായിരിക്കുമോ, മൂർച്ച കൂട്ടിയായിരിക്കുമോ അൻവർ സഭയിൽ പ്രവർത്തിക്കുക, പ്രതിഷേധം ഉയർത്തുക? പ്രതിപക്ഷത്തിന് വലിയ പിന്തുണ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു മൂർച്ച കൂട്ടിയുള്ള ഒരു അൻവറിനെ സഭയിൽ സർക്കാരിനെതിരെ നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് നമ്മളൊരു അല്പം ഒരു പശ്ചാത്തലത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതായത് നിലമ്പൂർ പിടിച്ചെടുക്കുക, മലബാർ മേഖലയിൽ ശക്തമായ സ്വാധീനം CPMന് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് PV അൻവർ, ഒപ്പം തന്നെ KT ജലീൽ തുടങ്ങിയ നേതാക്കന്മാരെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ അടർത്തിയെടുത്ത് CPMന്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് നിയമസഭയിൽ എത്തിച്ചത്. എന്നാൽ ആ എത്തിച്ചതോടുകൂടി തന്നെ പല മേഖലകളിലും അവർക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ CPMന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേണ്ടി വന്നാൽ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ 25 പഞ്ചായത്തുകളിലെ ഭരണം അട്ടിമറിക്കാൻ തനിക്ക് കഴിയും, അത്തരത്തിൽ തനിക്ക് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ അത്രയധികം സ്വാധീനം രാഷ്ട്രീയപരമായി നിലമ്പൂർ മേഖലയിലും മലബാർ മേഖലയിലും അൻവറിനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവ്, അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ PV അൻവറിന് ലഭിക്കാൻ പോകുന്ന ജനസമ്മതി എന്തുമാത്രമാണ് എന്നുള്ളത്
PV അൻവർ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കാരണം പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോഴും താൻ ഒരിക്കൽ പോലും പാർട്ടി വിട്ടു പോകുന്നില്ല, തനിക്കെതിരെ പാർട്ടിയാണ് നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ പോലും CPM-നെ തള്ളിപ്പറയാതെ CPM-നെ ഉൾക്കൊണ്ടുകൊണ്ട് CPM-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമൊക്കെ കാര്യമായി വിമർശിക്കുന്ന ഒരു MLA ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ ശബ്ദം അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒന്നും തന്നെ നിശ്ചലമാക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും ഭരണപക്ഷത്തിന് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയധികം ശക്തി ആർജിക്കുവാൻ PV അൻവറിന് മലബാർ മേഖലയിൽ കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ആൾക്കൂട്ടങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും എല്ലാം തന്നെ. അതിനകത്താണ് ഇപ്പോഴും PV അൻവർ എടുത്തിരിക്കുന്ന ചീട്ട് കൃത്യമായി അദ്ദേഹം പ്രയോഗിക്കുന്നു. കാരണം ഒരു മലബാർ ഉൾപ്പെടെയുള്ള മേഖലയിലെ ആളുകളെ കൃത്യമായും ദേശവിരുദ്ധരായി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ളൊരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന തരത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ PV അൻവറിന് കഴിഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല പിന്നീട് PV അൻവർ ഉയർത്തിവിട്ട അല്ലെങ്കിൽ തുറന്നുവിട്ട ഭൂതത്തെ നമ്മൾ പല സ്ഥലങ്ങളിൽ പലരും ഏറ്റുപിടിക്കുന്നത് കണ്ടു. CPI ഏറ്റുപിടിച്ചു, ഒപ്പം കോൺഗ്രസ് ഏറ്റുപിടിച്ചു. കോൺഗ്രസ് കൃത്യമായി അത് ഏറ്റുപിടിക്കുകയും ആ ശരങ്ങൾ എയ്യേണ്ട തരത്തിൽ എയ്യുകയും ചെയ്തതാണ് മുഖ്യമന്ത്രിക്ക് പലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ ഉത്തരം മുടന്നിടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്നാൽ ഇന്നലത്തെ മാധ്യമങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും സ്പർശിച്ചുവെങ്കിലും ഗൗരവത്തോടു കൂടിയ ഒരു മറുപടി നൽകിയില്ല എന്നുള്ളത് വളരെ എടുത്തു പറയത്തക്ക കാര്യമാണ്. എന്തായാലും അൻവർ എന്ന് പറയുന്ന ജനപ്രതിനിധിയെ വളരെ വേഗത്തിലും തന്നെ ഒതുക്കാൻ കഴിയത്തില്ല എന്ന് ഇടതുപക്ഷത്തിനും ഒപ്പം CPM-നും നന്നായി അറിയാം. ഫിജി, തീർച്ചയായും ഈ 9 ദിവസം